കണ്ടപ്പോൾ മുതലേ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതാ. അതായത് സാബുച്ചേട്ടനെ നമുക്ക് പണ്ട് കണ്ട ഒരു രൂപം ഉണ്ടായിരുന്നല്ലോ, ഇത്തിരി കൂടെ വണ്ണമൊക്കെ വെച്ചൊരു ആള്. അപ്പം ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴേ ഭയങ്കരമായിട്ട് ഫിറ്റായി. അപ്പോഴേ തടിയുള്ളവർക്കൊക്കെ ആഗ്രഹം ബിഗ് ബോസിൽ പോകണം എന്ന്. പക്ഷെ അത് ഇപ്പോഴും അതുപോലെ നിലനിർത്തുന്നുണ്ട്. അതെങ്ങനെയാ സാധിക്കുന്നത്? അത് നിങ്ങൾ കണ്ട പണ്ടത്തെ സാബുമോനല്ല പണ്ടത്തെ സാബുമോൻ. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ വേസ്റ്റ് 28 ആയിരുന്നു. ഓ, മനസ്സിലായോ? അത്ര സ്ലിം ആയിരുന്നു. അത്ര സ്ലിം ആയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സമയവും കോളേജ് ഹോസ്റ്റലിലും കോളേജിനകത്തൊക്കെ താമസിച്ചിരുന്നത്. അപ്പം ആഹാരത്തിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആഹാരം കിട്ടാതെ മെലിഞ്ഞ് ഏതാണ്ട് സോമാലിയ അല്ല ഒരു പിന്നെ ഈ മറ്റേ UN എയ്ഡ് കാത്തു നിൽക്കുന്ന അത്രയും ഒരു കോലത്തിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. അത്രയും മെലിഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് കുറച്ച് പുഷ്ടിപ്പെട്ടത്. ഈ അമൃതം പൊടി പോലെയുള്ള ഗവൺമെന്റിന്റെ വിറ്റാമിനൊക്കെ കഴിച്ച് വണ്ണം വെച്ചത്. എന്നിട്ട് പിന്നെ ഗവൺമെന്റിന്റെ തന്നെ പ്രോഡക്ട്സ് ഒക്കെ കഴിച്ച് നല്ലപോലെ വണ്ണം വെച്ച് അങ്ങനെ. അപ്പോൾ അത് ഓഡിയൻസിന് മനസ്സിലായിക്കോളും. കഴിച്ച് വണ്ണമൊക്കെ വെച്ചിട്ട് പിന്നെ അതിനകത്ത് പോയി. അപ്പൊ അതിനകത്ത് ഗവൺമെന്റ് സപ്ലൈ ഇല്ലല്ലോ, ബിഗ് ബോസ് തരുന്ന ആഹാരമല്ലേ. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു. പിന്നെ അതിനകത്ത് ആഹാരത്തിന് കൊല അടിയായതുകൊണ്ട് എന്നാൽ പിന്നെ ഈ അടി ഉണ്ടാക്കുന്ന സാധനം വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. കഴിക്കുന്നില്ലായിരുന്നു. ഞാൻ വളരെ കുറച്ചേ കഴിക്കുകയുള്ളായിരുന്നു. കാരണം അതിൽ വിശപ്പുള്ള, എന്നെക്കാട്ടി വിശപ്പുള്ള ആളുകൾ, എനിക്ക് വിശപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റും, എന്നെക്കാട്ടി വിശപ്പുള്ള ആളുകൾ. അപ്പം എന്നെക്കാട്ടി വിശപ്പുള്ളവർക്ക് അപ്പം ഞാൻ അത് കൊടുത്തു. ആ ഒരു പേരിൽ അടി വേണ്ട. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് മെലിഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ ഇറങ്ങിയിട്ട് വർക്കും സാധനവും ഒക്കെ ആയി. ഇപ്പം ആക്ച്വലി ഞാൻ ഇടയ്ക്ക് വീണ്ടും കുറച്ച് വണ്ണം വെച്ചായിരുന്നു. ഇപ്പോൾ വീണ്ടും ഭയങ്കരമായിട്ട് മെലിഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ കാലം, ഏതാണ്ട് ഒരു ഓൾമോസ്റ്റ് 2 years ആയെന്ന് തോന്നുന്നു, തമിഴ് സിനിമകളാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ മൂവീസ് നൈറ്റ് ആണ്. അതുകൊണ്ട് പിന്നെ കംപ്ലീറ്റ് ബയോളജിക്കൽ ക്ലോക്ക് തെറ്റിയിട്ട് പിന്നെ ആഹാരം ഇൻടേക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനെ മെലിഞ്ഞു പോയി. പക്ഷെ ഇതിനകത്ത് രസം എന്താണെന്നറിയാമോ? ഈ കാണുന്നവരൊരു ചോദ്യം ചോദിക്കും, വയ്യേ എന്തെങ്കിലും അസുഖമുണ്ടോ? അരെ ഇവർക്ക് ഇപ്പം അതൊരു യൂഷ്വൽ സാധനമാണ്. യൂഷ്വൽ സാധനം ഓൺലൈനിലാണ്, സാധാരണ മനുഷ്യർക്ക് അങ്ങനെയല്ല. ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭയങ്കര വണ്ണമുള്ള അതൊരു ഇന്ത്യൻ കോൺസെപ്റ്റും കൂടെ ആയതുകൊണ്ടാണ്. ഭയങ്കര പുഷ്ടിപ്പെട്ടിരിക്കണം എന്ന്. കാരണം ഇപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ വായിക്കാത്ത ആരെ കുത്തി കയറ്റി തരും. കുത്തി കയറ്റിയിട്ട് ഇങ്ങനെ ചപ്പിയായിട്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പം അതിനപ്പുറത്തേക്കൊരു സാധനത്തിലേക്ക് ഈ മനുഷ്യരുടെ മനസ്സ് എത്തിയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചോദിക്കും, ഇപ്പം സുഖമില്ലേ, ഷുഗറാണോ എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ കടകളുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ പഴയ ഓൾഡ് ബഡ്ഡി, നമ്മൾ വളരെ യങ് ഏജ് തൊട്ട് കൂട്ടുകാർ. അപ്പോൾ നമ്മളെല്ലാം കൂടെ അവിടെ ചെന്നപ്പോൾ ഒരു സവാള ബജ്ജി കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എണ്ണപ്പലഹാരം അതും ഒരു ചായയും കൂടെ കുടിച്ചിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കക്ഷി വന്നിട്ട് ചോദിച്ചു, ഷുഗർ അടിച്ചല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഭയങ്കരമായ ഡയബറ്റീസിന്റെ വിഷയം, 600 യൂണിറ്റ് അല്ല 600 എന്തോ ഒരു സാധനം ഞാൻ പറഞ്ഞു. ഇത് ഷുഗർ കയറിയിരിക്കുന്നത് 3 നേരം യൂണിറ്റ് കണക്ക് ഇൻസുലിൻ കയറ്റേ. സെയിം എനിക്ക് പുള്ളിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പറഞ്ഞ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഉണ്ട്, അത്രയും മതി എനിക്ക് എന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് മനസ്സിലായില്ല ഞാനിത് പുള്ളിയെ ട്രോൾ ചെയ്താണെന്ന്. പുള്ളി ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളി വീട്ടിൽ ചെന്ന് പറയായിരിക്കും, എന്നെ പോലെ പുള്ളിക്കുണ്ട് എന്ന്. നീ ഇമ്മാടെന്ന് എൻ്റെ അടുത്ത് പഞ്ചസാര തിന്നരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇതുണ്ടല്ലോ, പുള്ളി കല്ലുപോലെ അവിടെ നിന്ന് സവാള ബജ്ജി തിന്നോണ്ടിരിക്കുന്നത്. ഞാൻ ഒരെണ്ണം തിന്നെ വേണം നിനക്ക് വിഷയം എന്ന് പറയും. നമുക്ക് അത്രയേ ഉള്ളൂ. ആ പുള്ളിക്ക് ഒരു മനസ്സന്തോഷം, മനസ്സുഖം. ശരിക്കും ബിന്നി ഔട്ടായല്ലോ, പറഞ്ഞ ഔട്ടാക്കിപ്പിച്ചതാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത്.
അല്ല എനിക്ക് ചാത്തന്മാർ കൂടെ ഉണ്ട്, മനസ്സിലായോ? അപ്പം ആ ചാത്തന്മാർ ഇത് ചെയ്യും. അല്ല, ഞാനിത് എൻ്റെ സീസണിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം അർച്ചനയോ രഞ്ജനയോ ഹരിദാസിനെയൊക്കെ പിന്നെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എൻ്റെ ചാത്തന്മാർ എങ്ങനെയാണ് വർക്ക് ആകുന്നത്. ദിയേടുത്തൊക്കെ ചോദിച്ചാൽ മതി. അവരൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ചാത്തന്മാർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ആകുന്നത്. ചാത്തന്മാരുടെ കളിയോ? അങ്ങനൊരു സെറ്റപ്പ് ഉണ്ട്. ചുമ്മാ പറഞ്ഞാലും ശരിക്കും സാബു മോനു ചാത്തൻ സേവയോ എന്നൊക്കെ വന്ന് പറയും. അതൊന്നും എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് നടന്നോ ഇല്ലയോ? നടന്ന്. എന്റെ സീസണില് നിങ്ങൾ കണക്കെടുത്ത് നോക്കിയോ, എന്റെ ഓപ്പോസിറ്റ് കിടന്ന ആരും. ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് വല്ല പ്രശ്നം വരുമോ? നമ്മൾ ഇങ്ങനെയാണ് ഓരോ ബിംബങ്ങൾ ബിൽഡ് ചെയ്യുന്നത്, മനസ്സിലായോ? ഞാനിപ്പോ ഇത് കുറെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ അത് വിശ്വസിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് വിശ്വാസം. അത് ഞാൻ ഒരു രസത്തിന് പറഞ്ഞതാണ്. കാരണം ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, കാരണം എൻ്റെ സീസണിൽ എല്ലാവരും കൂടി ഇത് പറഞ്ഞിട്ട്, കാരണം നമ്മുടെ ഓപ്പോസിറ്റ് പെൺകുട്ടികളുടെ റൂമായിരുന്നു, അവരെല്ലാം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് സാബു ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ചേട്ടൻ്റെ മരണമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ബിൽഡ് ചെയ്തൊരു സാധനമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ഞാനതിനെ തിരുത്താൻ പോകത്തില്ല. ഞാനതൊരു അവാർഡായിട്ട് അങ്ങ് എടുക്കും. അത് മോശം പറഞ്ഞാൽ അതെനിക്കൊരു അവാർഡാണ്, നല്ലത് പറഞ്ഞാൽ എനിക്കൊരു അവാർഡാണ്. അത് തെക്കേടത്തമ്മ അവാർഡ് എപ്പോഴും ഞാൻ വാങ്ങിക്കും. ഈ എന്താ പറയാ, ബിന്നി ഇങ്ങനെ പറയുന്ന സമയത്തെങ്കിലും ചേട്ടന് അറിയായിരുന്നോ, ലൈക്ക് ഓഡിയൻസിന് ഇതൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരി എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ വെറുതെ ഞാൻ അവിടെ കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഇത് ഈ തിരിച്ച ഹൗസിൽ കയറുമ്പം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ മിസ് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ മൈൻഡ് ഒരു എന്താ പറയുന്നത്, ഒരു ഒഴുക്കാണ് ഓർമ്മകളുടെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു മൊമെന്റിൽ ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ എണീറ്റ് ടീച്ചർ ആരായിരുന്നു എന്റെ ഓപ്പോസിറ്റ് കിടന്നത്. അത്രയേ ഉള്ളൂ സംഭവം. ഇത് ഈ ചാത്തൻ സേവയുടെ കാര്യം പറഞ്ഞപ്പോ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കൂടോത്രം ചാത്തൻ സേവ പറഞ്ഞ അനുമോൾക്കെതിരെ, അനുമോളുടെ പ്ലാച്ചിക്കകത്ത് കൂടോത്രം ഉണ്ടെന്നൊക്കെ. എല്ലാരും നല്ല കണ്ടസ്റ്റൻസ് ആണ്, പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല അധികമായിട്ട്. ഞാനാണെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടേ പറയുള്ളൂ. കാര്യം ഐ ഡോണ്ട് വാണ്ട് ടു ഇന്റർഫിയർ ഇൻ ടു ദെയർ ഗെയിം. എനിക്ക് അവരുടെ ഗെയിമിന് ചെന്ന് കൊളവാക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ കളിയല്ലേ ഇത്. നമ്മൾ ഓൾറെഡി വന്ന് പോയവരെ പിന്നെ നമ്മൾ എന്തിനാ അവിടെ ചെന്ന് അലമ്പണം? ചലഞ്ചർ എന്നുള്ള രീതിയിലല്ല, ചലഞ്ചർ അല്ല. അതെ, ഞാൻ എങ്ങനെ എന്നെ ചലഞ്ചറായിട്ട് വിട്ടാലും ഞാൻ പോകത്തില്ല. കഴിഞ്ഞ സീസണിലും ചലഞ്ചർ അല്ലായിരുന്നു. ഞാൻ ചലഞ്ചറായിട്ട് പോകില്ല. ഞാൻ എന്തിനു പോയി ആ പിള്ളേരെ ചലഞ്ച് ചെയ്യണം? പക്ഷെ അവിടെ ചിലരൊക്കെ ചലഞ്ചറായിട്ട് കണ്ട് ബിഹേവ് ചെയ്തു. ദാറ്റ്സ് their പ്രോബ്ലം. കാരണം ഞാൻ അങ്ങനെ അവർ കളിക്കുന്നൊരു ഗെയിമിൽ എൻ്റെ സമയത്തുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെ അറിയാമോ? പിന്നെ അവരെ ചലഞ്ച് ചെയ്തിട്ടല്ലേ ഞാൻ ജയിച്ചത്. അപ്പൊ പിന്നെ ഞാൻ എന്തിനു ഇവരെ ചെന്ന് ഇനി ചലഞ്ച് ചെയ്യണം? ഞാൻ ഓൾറെഡി ചലഞ്ച് ചെയ്ത് ഞാൻ പ്രൂവ് ചെയ്ത് വെളിയെ വന്നു. എനിക്ക് 100% കോൺഫിഡൻസ് ആണ് ഞാൻ അങ്ങനെ വിജയിച്ച ഒരാളാണ്. അവിടെ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. എന്നിട്ട് പിന്നെ ഒരു വിന്നർ എന്തിന് വീണ്ടും അകത്തി എന്നിട്ട് ഇനി ആ സീസൺ കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കിയുള്ള നിങ്ങളെയും ഞാൻ വിൻ ചെയ്യും എന്ന് ഞാൻ എന്തിനു പറയണം? ഒരു വിന്നറും പറയരുത്. അത് ഒരു വിന്നറും ചലഞ്ചറായിട്ട് പോരെന്നാണ് എൻ്റെ അഭിപ്രായം. നോ, വി ഡിഡ് അവർ പാർട്ട്. നമ്മൾ മാറി, അടുത്ത ആളുകൾ വന്നു. നമ്മൾ എന്തിനു പോയി ചലഞ്ച് ചെയ്യണം? നമ്മൾ ഓൾറെഡി ആളുകളെ ചലഞ്ച് ചെയ്ത് വിൻ ചെയ്തില്ലേ? അതിനെക്കാട്ടി വലിയ ആളുകളാണോ ഈ വന്നിരിക്കുന്നത്? അതല്ല എന്ന് തന്നെ പറയും. ഓരോ സീസണിലും വന്നിട്ടുള്ള മനുഷ്യരുടെ മുകളിലോട്ടുള്ള ആളുകളല്ല വേറെ സീസണുകളിൽ വന്നിട്ടുള്ളത്. സോ ചലഞ്ചറായിട്ട് വിന്നേഴ്സ് പോകരുത്.